ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. ശരിക്കും പച്ചരി വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മുട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പക്ഷേ ഈ ഒരു പേര് പോലെയല്ല, നമ്മളിതിൽ മുട്ട കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. മുട്ട ചേർക്കാതെ മുട്ടയപ്പാണ്. ഭയങ്കര സിമ്പിളാണ്, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ മുട്ടയപ്പത്തിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് ഈ ഒരു ബൗളിലേക്ക് 2 കപ്പ് അളവിലാണ് പച്ചരി എടുത്തിട്ടുള്ളത്. എൻ്റെത് 250 ml മെഷറിംഗ് കപ്പാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ 3-4 തവണ ഒന്ന് കഴുകി എടുത്തതിന് ശേഷമാണ് കുറച്ചധികം തന്നെ പച്ചവെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം. കുതിർന്നതിന് ശേഷം പിന്നീട് നമുക്ക് കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ ഓവർനൈറ്റാണ് കുതിരാൻ വേണ്ടി വെക്കുന്നത്. ഏതാണ്ട് ഈ ഒരു റെസിപ്പിയിലേക്ക് നമുക്കൊരു 4-5 മണിക്കൂർ എന്തായാലും ചുരുങ്ങിയത് കുതിർന്ന് കിട്ടണം കേട്ടോ. പച്ചരി എങ്കിലേ നന്നായിട്ട് കിട്ടുള്ളൂ മുട്ടയപ്പം. അങ്ങനെ ഇതാ രാവിലെ നമ്മുടെ വെള്ളമൊക്കെ പച്ചരിയുടെ ഊറ്റിക്കളഞ്ഞെടുത്തതിന് ശേഷം മൊത്തത്തിൽ നന്നായിട്ട് തന്നെ വെള്ളം ഊറ്റിക്കളയുക കേട്ടോ. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ ഈ ഒരു മുട്ടയപ്പം നന്നാവേണ്ടിക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടണം, എങ്കിലേ നന്നായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്ന പോലെ തന്നെ എടുക്കാൻ നിൽക്കുക. അപ്പോൾ ഇതാ പച്ചരി മൊത്തത്തിലായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ 2 കപ്പല്ലേ പച്ചരി എടുത്തിട്ടില്ല, അപ്പോൾ അതിന് നേരെ പകുതിയായിട്ട് ചോറെടുക്കുക. അതായത് 1 കപ്പ് അളവിൽ ചോറെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് പച്ചവെള്ളമാണ്. അപ്പോൾ കുറച്ചായിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഓരോ അരിയിലും ചെറിയ ചെറിയ വെള്ളത്തിൻ്റെ വ്യത്യാസങ്ങളുണ്ടാവും. അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് എനിക്ക് എത്രത്തോളം ആയി എന്നുള്ളത് ലാസ്റ്റ് ഞാൻ അരച്ചെടുത്തതിന് ശേഷം പറഞ്ഞുതരാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പാകത്തിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും നമുക്ക് ഈ ഒരു റെസിപ്പിയിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഉള്ളൂ കേട്ടോ. ഭയങ്കര സിമ്പിളല്ലേ. ഇനിയിപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാൻ നോക്കുക പ്രത്യേകം. അങ്ങനെ ഇത് അരച്ചെടുത്ത മാവ് ഈ ഒരു ബൗളിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും തരികളില്ലാതെ നല്ല മഷി പോലെ അരച്ചെടുക്കുക എന്ന് പറയില്ല, അങ്ങനെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ എനിക്ക് ടോട്ടൽ ഇതിലേക്കുള്ള വെള്ളത്തിൻ്റെ അളവ് എടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ കറക്റ്റ് 1.25 കപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചോറും പച്ചരിയൊക്കെ ഏതിലാണോ അളന്നിട്ടുള്ള ആ ഒരു സെയിം അളവ് കപ്പ് തന്നെ വെള്ളം എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണേ. ഈ ഒരു മുട്ടയപ്പം എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. പക്ഷേ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും നന്നായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സാണ് കേട്ടോ വേണ്ടത്. ഇനിയിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ അപ്പം ചൂടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിലോ വെളിച്ചെണ്ണ എന്താണോ ഇഷ്ടമുള്ളത് എടുക്കാൻ നോക്കുക. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് കുഴി വരുന്ന പാത്രമില്ലേ, അതായത് അപ്പച്ചട്ടിയോ ചീനച്ചട്ടിയോ അങ്ങനത്തെ എന്തെങ്കിലും എടുക്കാൻ നോക്കുക കേട്ടോ. എങ്കിലും നമുക്ക് അപ്പം നന്നായിട്ട് കിട്ടും, നല്ല പൊന്തി വരും. അതുപോലെ തന്നെ എണ്ണ ഒരുപാട് ഒഴിക്കണ്ട കേട്ടോ. പാനിൽ ഇതുപോലെ കുറച്ച് മതി, കാരണം ഈ ഒരു അപ്പം എന്ന് പറയുന്നത് അധികം എണ്ണ കുടിക്കുന്നതല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അത്ര മതി. ഇനി ഇതാ 1 സ്പൂണ് മാവ് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് പൊങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒന്നും നമ്മൾ സ്പൂണ് കൊണ്ട് അനക്കോ ഇളക്കോ ഒന്നും വേണ്ട കേട്ടോ. അത് ഓട്ടോമാറ്റിക് തന്നെ പൊങ്ങി വന്നോളൂ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, മാവ് ഒഴിക്കുന്ന സമയത്ത് ആദ്യം എണ്ണ നല്ലപോലെ ഫ്ലെയിം കൂട്ടിയിട്ട് ചൂടാക്കുക. അതിനുശേഷം ലോൻ്റെ മീഡിയത്തിൻ്റെ ഇടയിലായിട്ട് ഫ്ലെയിം വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു അപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. മാവ് ഒഴിക്കുന്ന സമയത്ത് തൊട്ടിട്ട് അങ്ങനെ വെക്കാൻ നോക്കണേ. ഫ്ലെയിമിൻ്റെ കാര്യം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഒരു മുട്ടയപ്പം നന്നായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതാ നിങ്ങൾക്കിപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഞാനൊന്ന് സ്പൂൺ കൊണ്ട് തൊടുക പോലും ചെയ്യാതെയാണ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുള്ളത്. അപ്പോൾ നല്ലപോലെ പൊങ്ങിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് മുകളിലൊക്കെ എണ്ണ ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കുക കേട്ടോ. അപ്പോൾ മുട്ടയപ്പം ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്ന ഉടനെ തിരിച്ചിട്ട് കൊടുക്കണ്ട കേട്ടോ. കുറച്ച് സമയം അവിടെ വെച്ചിട്ടൊന്ന് സെറ്റ് ആവട്ടെ, എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക പതുക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളല്ലേ. ഞാൻ പറഞ്ഞിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എല്ലാവർക്കും പെർഫെക്റ്റ് മുട്ടയപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി നമുക്ക് അടുത്തത് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അതുപോലെ തന്നെ പലർക്കും ഉള്ള സംശയമാണ് മുട്ടയപ്പം മുട്ടസുർക്കൊക്കെ ഒന്നാന്നുള്ളത്. അല്ല കേട്ടോ, രണ്ടും തന്നെയാണ്. കാരണം നമ്മുടെ തലശ്ശേരി ഏരിയയിലൊക്കെ മുട്ടയപ്പം ഇല്ല, ശരിക്കും മുട്ടസുർക്ക മാത്രമേ ഉള്ളൂ. മുട്ടയപ്പം എന്ന് പറയുന്ന കണ്ണൂർ, തളിപ്പറമ്പ്, ആ ഒരു കണ്ണൂർ ഭാഗത്ത്, കണ്ണൂർ സിറ്റി അങ്ങോട്ടൊക്കെയാണ് കൂടുതലായിട്ട് മുട്ടയപ്പം ഭയങ്കര ഫേമസ് ആയിട്ട് കേട്ടോ. നമ്മുടെ ഭാഗത്ത് എത്തുമ്പോൾ മുട്ടസുർക്കയായിട്ട് മാറുന്നുണ്ട്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. കഴിക്കുമ്പോൾ ഒക്കെ രണ്ടായിട്ട് തന്നെ തോന്നുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ചുട്ടെടുക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഒന്ന് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. കാണാൻ നല്ല മുഞ്ചിലൊരു അപ്പാണ് കേട്ടോ. നല്ല പ്യുവർ വൈറ്റ് കളറിലാണ് ഇതിരിക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ ബീഫ് കറിയാലും ചിക്കൻ കറിയാണ്ട് അല്ലെങ്കിൽ ചിക്കനും ബീഫൊക്കെ വരട്ടിയ ടൈപ്പില്ലേ, അതൊക്കെ ആണെങ്കിൽ ശരിക്കും ഒന്നും പറയാനില്ല, വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറേ പേരായി റിക്വസ്റ്റ് ചെയ്യുന്ന ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റാണ്. ഉൾഭാഗമൊക്കെ കണ്ടില്ല, നല്ല ആരെടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ആരെടുത്ത് നിൽക്കണമെങ്കിൽ
ഉണ്ടെങ്കിൽ ഈ ഒരു അപ്പം നന്നായി എന്ന് പറയാൻ പറ്റുള്ളൂ, പെർഫെക്റ്റ് ആയി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാക്സിമം ഷെയർ ചെയ്ത് തുടങ്ങാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്